ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ രണ്ടാളുകൾ വഴക്ക് കൂടുന്നത് പ്രവാചകൻ കണ്ടു. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുപിടിക്കുകയാണ്. രണ്ടുപേരും ചീത്ത വിളിക്കുന്നു. രണ്ടുപേരുടെയും മുഖം ഇങ്ങനെ ദേഷ്യം കൊണ്ട് വീർത്ത് തുടുത്തു വരുന്നുണ്ട്, ചുവന്ന് തുടുത്തിട്ടുണ്ട്. ഇവരെ കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നീൽ ആലമു കലിമത്തൻ, എനിക്കൊരു വാക്കറിയാം. ഇവരിത് പറയുകയാണെങ്കിൽ ഇവരുടെ ദേഷ്യം പോകും. അങ്ങനെയുള്ളൊരു വാക്ക് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നു. ദേഷ്യം എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ്. ദേഷ്യത്തെ അടക്കാൻ വേണ്ടി 3 വഴികൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ദേഷ്യം വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില കാര്യം ഓർക്കേണ്ടതുണ്ട്, ചിലത് പറയേണ്ടതുണ്ട്, ചിലത് ചെയ്യേണ്ടതുണ്ട്. പറയേണ്ടതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ദേഷ്യം വരുമ്പോൾ പറഞ്ഞാൽ ദേഷ്യം അടങ്ങാൻ കാരണമായി തീരും. അതുപോലെ മറ്റൊരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ മുത്ഫി അൽ ഗളബി വ മുകബ്ബിറ സഈരി അതിഫിഹ അന്നി. ദേഷ്യമടക്കുന്ന പടച്ചവനെ, ചെറുതിനെ വലുതാക്കുന്ന റബ്ബെ, എൻ്റെ ദേഷ്യത്തെ നീ അടയ്ക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അതും ഹദീസിലൊന്നൊരു ദുആയാണ്. അത് പറഞ്ഞാലും ദേഷ്യം പോകും. ഓർക്കേണ്ട കാര്യം വിശ്വാസം പറയുന്നത് ഒരു ഖുദ്സിയ ഹദീസിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വരുമ്പോൾ അള്ളാഹു പറയാണ്, എന്നെക്കുറിച്ച് നിങ്ങൾ ഓർത്താൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കും. അള്ളാഹു പറയാണ്, അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം. എൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യം വരുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കും. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. എന്നാൽ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുകയും നമ്മളോട് ദേഷ്യപ്പെടാതിരിക്കുകയും ചെയ്യും. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം സുസ്ലാസം പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ നിൽക്കുകയാണെങ്കിൽ ഫൽയജ്ലിസ്, ഇരിക്കട്ടെ. നിൽക്കുന്നയാൾക്ക് ദേഷ്യം വന്നാൽ ഇരിക്കണം. ഇരിക്കുമ്പോൾ ദേഷ്യം വന്നാൽ, അല്ലെങ്കിൽ ഇരുന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ പിന്നെ കിടക്കണം. കിടന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ പോയി ഒളു ചെയ്യും. ഒളു ചെയ്യാൻ എല്ലാവരുടെയും ദേഷ്യം പോകും. ഒളു എന്നുള്ളത് മനുഷ്യന്റെ ദേഷ്യത്തെ അടക്കുന്ന ഒരു കാര്യമാണ്. ശാസ്ത്രീയമായി തന്നെ മനുഷ്യന് ദേഷ്യം വരുമ്പോൾ ആർട്ടിലറിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. അതിനെ തണുപ്പിക്കാൻ ശാസ്ത്രം പറയുന്നത് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒളു ചെയ്യുമ്പോൾ ഒളുവിൻ്റെ അവയവങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. മുഖം, കൈ, കാല്. ഇതിലേക്ക് വെള്ളം ചെല്ലുന്ന സമയത്ത് ശാസ്ത്രീയമായി പോലും അവൻ്റെ ദേഷ്യം ഇല്ലാതാകുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദേഷ്യത്തെ അടക്കി നിർത്താൻ വേണ്ടി ഈ വഴികൾ സ്വീകരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക